അന്ന് രാത്രി കിടക്കാൻ മുറിയിലെത്തിപ്പോയ ഗൗരിയുടെ മനസ്സിൽ കാർത്തിക് കാണിച്ച ആ സ്നേഹം വീണ്ടും അലയടിച്ചു കൊണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് അവൻ അവളെ ചേർത്ത് പിടിച്ചതും സമാധാനിപ്പിച്ചതും അവൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹം നൽകി. എങ്കിലും ആ സന്തോഷത്തിന് എത്രത്തോളം ആയുസുണ്ടാവുമാവോ. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് കരാർ വിവാഹം മിന്നിമാനു. ആ സങ്കടത്തിലിരിക്കുന്ന അവളുടെ മുന്നിലേക്ക് വാഷ്റൂമിൽ നിന്നും ഫ്രഷ് ആയിക്കൊണ്ട് കാർത്തിക് ഇറങ്ങി വന്നു. ഈർപ്പമുള്ള മുടി ഒരു ടവൽ കൊണ്ട് തുവർത്തിക്കൊണ്ടാണ് അവൻ അവളുടെ മുന്നിലേക്ക് വന്നത്. കട്ടിലിൽ നിരാശയോടെയും ആകുലതയോടെയും ഇരിക്കുന്ന ഗൗരിയെ കണ്ടതും കാർത്തിക് ആശങ്കയോടെ അവളുടെ അരികിലേക്ക് ചെന്നു. ഗൗരി, എന്തു പറ്റി? കൈക്ക് ഇപ്പോഴും നല്ല വേദനയുണ്ടോ? അവൻ ആകുലതയോടെ ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിലെ ആഴത്തിലുള്ള കരുതൽ കേട്ടപ്പോൾ ഗൗരിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. കണ്ണിൽ നിറഞ്ഞ കണ്ണീർ അവൻ കാണാതിരിക്കാൻ അവൾ പെട്ടെന്ന് മുഖം വശത്തേക്ക് തിരിച്ചു. ഏയ്, ഒന്നുമില്ല കാർത്തികേട്ടാ, ചെറുതായിട്ടൊരു നീറ്റലുണ്ട്, അത് സാരമില്ല, അവൾ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. കാർത്തിക് സാവധാനം അവളുടെ അരികിൽ കട്ടിലിലേക്ക് ഇരുന്നു. അവൻ അവളുടെ കെട്ടിവെച്ച കൈയിലേക്ക് ശ്രദ്ധയോടെ നോക്കി. ബാൻഡേജ് ഇട്ട ആ കൈ പതുക്കെ തൻ്റെ കൈക്കുള്ളിലേക്ക് ചേർത്ത് പിടിച്ചു. ഒരു ദിവസത്തെ വേദനയല്ലേ ഉള്ളൂ മോളെ, നാളെ ആകുമ്പോഴേക്കും കുറഞ്ഞോളും. പിന്നെ ഇനി മേലാൽ അടുക്കളയിൽ കയറി മൂർച്ചയുള്ള കത്തിയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിക്കണം. എനിക്ക് എനിക്ക് നിന്നെ ഈ കോലത്തിൽ കാണുന്നത് താങ്ങാൻ പറ്റില്ല ഗൗരി. പറഞ്ഞു നിർത്തുമ്പോൾ കാർത്തിക്കിൻ്റെ ശബ്ദമൊന്ന് വിറച്ചിരുന്നു. അവൻ പോലും അറിയാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ ഭ്രാന്തമായ പ്രണയം ആ വാക്കുകളിലൂടെ പുറത്തു വരികയായിരുന്നു. ഗൗരി പതുക്കെ തലയുയർത്തി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. ആ കണ്ണുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന ആഴത്തിലുള്ള പ്രണയവും കരുതലും കണ്ടപ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ ഇടറി. എന്തിനാണ് കാർത്തികേട്ട എന്നോട് ഇത്രയും സ്നേഹം? വെറും ഒരു കരാർ ബന്ധത്തിൻ്റെ പേരിൽ മാത്രം കൂടെ കഴിയുന്ന എനിക്ക് ഈ ചെറിയൊരു നോവ് വന്നപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇത്രമാത്രം തകർന്നു പോകുന്നത്? ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ സ്നേഹം സത്യമാണെന്ന് വിശ്വസിക്കാൻ എൻ്റെ മനസ്സ് വെമ്പുന്നുണ്ട്. പക്ഷേ നാളെ ഈ കരാർ കഴിയുമ്പോൾ ഇതിലും വലിയൊരു മുറിവോടെ ഞാൻ തനിച്ചാകുമോ? മനസ്സിലെ ആ സങ്കടം പുറത്തു ചോദിക്കാൻ കഴിയാതെ അവൾ അവനെ തന്നെ നോക്കി നിന്നു. ഗൗരിയുടെ ആ നോട്ടം കണ്ടതും കാർത്തിക് പെട്ടെന്ന് സ്വയം നിയന്ത്രിച്ചു. താൻ അതിരു കടന്നു സംസാരിച്ചു പോയോ എന്നൊരു ഭയം അവൻ്റെ ഉള്ളിൽ വീണ്ടും തോന്നി. അവൻ പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്ന് പതുക്കെ പിടിവിട്ടു. മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു, ശരി ശരി, മരുന്നിന് മയക്കം കാണും. ഗൗരി, നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ, ഞാൻ അവിടെ സോഫയിലുണ്ടാകും. അതും പറഞ്ഞ് കാർത്തിക് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോൾ ഗൗരി പെട്ടെന്ന് അവനെ വിളിച്ചു. കാർത്തികേട്ടാ, എന്തിനാ സോഫയിൽ കിടക്കുന്നത്? കാർത്തികേട്ടൻ ഇവിടെ ബെഡിൽ കിടന്നോളൂ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതല്ല, ഇനി ഇനി കാർത്തികേട്ടന്. അവൾ ബാക്കി പറയാതെ സംസാരം നിർത്തി. അത് കേട്ട കാർത്തിക് ഒന്ന് ചിരിച്ചു. ഏയ്, എനിക്ക് കുഴപ്പമില്ല ഗൗരി, ഞാൻ നിനക്കൊരു ബുദ്ധിമുട്ട് വേണ്ട വിചാരിച്ചാണ്. എന്നാ പിന്നെ ഇവിടെ കിടന്നോളൂ ഏട്ടാ. അതും പറഞ്ഞ് അവൾ ബെഡിലേക്ക് ചരിഞ്ഞു കിടന്നു. ആ നിമിഷം കാർത്തിക്കിൻ്റെ മനസ്സിൽ സന്തോഷം അടക്കാനായില്ല. ഒരു പക്ഷേ ഇവൾക്കും എന്നെ ഇനി ഇഷ്ടമാണോ? അവൻ്റെ ചുണ്ടുകൾ വിടർന്നു. ഏയ്, വേണ്ട വേണ്ട. അവൻ സ്വയം മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അവളുടെ അരികിലേക്ക് പോയി കിടന്നു. അപ്പോഴും ഗൗരി മരുന്നിൻ്റെ മയക്കം അവളെ ഉറക്കത്തിലേക്ക് വീഴ്ത്തിയിരുന്നു. അവൻ ഉറങ്ങിക്കിടക്കുന്ന ഗൗരിയെ തന്നെ കണ്ണിമ ചിമ്മാതെ കുറേ നേരം നോക്കിക്കിടന്നു. പതിയെ അവനും ഉറക്കത്തിലേക്ക് വീണു. അങ്ങനെ ആ രാത്രിയും കടന്നുപോയി. അടുത്ത നാളത്തെ വെളിച്ചം ജനലിലൂടെ മുറിയിലേക്ക് പകരുമ്പോൾ കാർത്തിക് പതിയെ കണ്ണുകൾ തുറന്നു. തനിക്കരികിൽ ഉറങ്ങിക്കിടക്കുന്ന ഗൗരിയുടെ മുഖത്തേക്ക് അവൻ്റെ കണ്ണുകൾ ആദ്യം ചെന്നു. അവളുടെ നെറ്റിയിലെ മുടിയിഴകൾ കാറ്റിൽ ചെറുതായി അനങ്ങുന്നുണ്ടായിരുന്നു. ഇന്നലത്തെ വേദനയൊക്കെ മാറി അവളുടെ മുഖത്ത് ഇപ്പോൾ നല്ല ശാന്തതയുണ്ടായിരുന്നു. അവൻ വളരെ പതുക്കെ അവളുടെ കൈക്ക് വേദനയെടുക്കാത്ത വിധം എഴുന്നേറ്റു. അവളുടെ നെറ്റിയിൽ വാത്സല്യത്തോടെ ഒന്ന് തൊട്ടതിനു ശേഷം അവൻ ഫ്രഷ് ആകാനായി വാഷ്റൂമിലേക്ക് നടന്നു. താഴെ അടുക്കളയിൽ കല്യാണിയമ്മ പതിവ് ജോലികളിൽ തിരക്കിലായിരുന്നു. ശാരദാമ്മ മുറിയിലാണ്. കാർത്തിക് താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും കല്യാണിയമ്മ ചോദിച്ചു, മോൻ എഴുന്നേറ്റോ? ഗൗരിമോളുടെ കൈക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല കല്യാണമ്മേ, നല്ല ഉറക്കത്തിലാണ്. ഇന്നലത്തെ മരുന്നിൻ്റെ മയക്കം ഇപ്പോഴും മാറിയിട്ടില്ല. കാർത്തിക് ഡൈനിങ് ടേബിളിനടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. പാവം കുട്ടി, ഇന്നലെ വല്ലാത്തൊരു പേടിയായിരുന്നല്ലോ. ശാരദാമ്മ തൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. മോൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? ഉണ്ടമ്മേ, രാവിലെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് വരാം.
കാർത്തിക് പറഞ്ഞു. അപ്പോഴേക്കും പതുക്കെ ഉറക്കമെണീറ്റ് ഗൗരിയും താഴേക്ക് ഇറങ്ങി വന്നു. അവളുടെ കയ്യിലെ ബാൻഡേജ് കണ്ടുകൊണ്ട് ശാരദാമ്മ അവളെ സ്നേഹത്തോടെ അരികിലേക്ക് വിളിച്ചു. മോളെ ഗൗരി, ഇപ്പോൾ വേദനയൊക്കെ കുറഞ്ഞോ? കുഴപ്പമൊന്നുമില്ലല്ലോ? ശാരദാമ്മ അവളുടെ തലയിലൂടെ തലോടിക്കൊണ്ട് ചോദിച്ചു. ഇല്ലമ്മേ, ഇപ്പോൾ വലിയ വേദനയൊന്നുമില്ല, ഗൗരി ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ അറിയാതെ കാർത്തികിലേക്ക് നീണ്ടു. ഇന്നലെ രാത്രി അവൻ തനിക്കരികിൽ വന്ന് കിടന്നതും അവൻ കാണിച്ച കരുതലും അവളുടെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ അവളുടെ കവിളുകൾ നാണം കൊണ്ട് ചുവന്നു. അത് ശ്രദ്ധിച്ച കാർത്തിക് മനസ്സിൽ ഒന്ന് ചിരിച്ചു. അങ്ങനെ ശാരദാമ്മയും ഗൗരിയും കല്യാണമ്മയും കാർത്തിക്കും കൂടി സന്തോഷത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നു. എല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിച്ചു. സമയം പോയതറിഞ്ഞില്ല. അതിനിടയിലും കാർത്തിക് ഗൗരിയോടുള്ള സ്നേഹം ഒന്നുകൂടി ആഴത്തിലായി. ആ സംസാരത്തിനിടയിലും അവൻ ഗൗരിയെ ആരും കാണാതെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവൾ അടുത്തുണ്ടാകുന്നത് അവന് വല്ലാത്തൊരനുഭൂതി നൽകി. അവൾ ശാരദാമ്മയോടും കല്യാണമ്മയോടും സംസാരിക്കുന്നത് അവൻ കേട്ടുകൊണ്ടിരുന്നു. അവൾ ചിരിക്കുമ്പോൾ അറിയാതെ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിടർന്നു. അങ്ങനെ കാർത്തിക് ഓഫീസിലേക്ക് പോകാൻ റെഡിയാകാൻ മുകളിലെ മുറിയിലേക്ക് പോയി. കാർത്തിക് മുകളിലേക്ക് പോയതും ശാരദാമ്മ ഗൗരിയെ അവൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. മോളെ, നീ കൂടെ ചെല്ലേ, അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ? അത് കേട്ടതും ഗൗരി മെല്ലെ പടികൾ കയറി മുകളിലേക്ക് പോയി. എന്നാൽ കാർത്തിക്കും ഇത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. അവൾ എങ്ങനെയെങ്കിലും മുറിയിൽ വന്നാൽ കുറച്ചു നേരം കൂടി അവളെ കാണാമായിരുന്നല്ലോ. ഡ്രസ്സ് മാറുന്നതിനിടയിലും അവൻ്റെ ചിന്ത അതായിരുന്നു. ഓഫീസിലേക്കുള്ള ബാഗ് എടുത്ത് അവൻ തിരിഞ്ഞതും ഗൗരി അവൻ്റെ മുന്നിലെത്തി. അവളെ കണ്ടതും കാർത്തിക് ഒന്ന് ചിരിച്ചു. ആ പിന്നെ ഗൗരി, വെറുതെ ഇനിയും ആപ്പിളും ഓറഞ്ചുമൊക്കെ മുറിച്ച് ഇനി കൈ മുറിച്ച് കളയല്ലേ? നിനക്ക് സൂചി ഓർമ്മയുണ്ടല്ലോ അല്ലേ? അവൻ തമാശ രൂപത്തിൽ ചോദിച്ചു. അത് കേട്ട ഗൗരി, ഒന്ന് പോ കാർത്തികേട്ടാ, എനിക്ക് അത്ര വലിയ പേടിയൊന്നുമല്ല ആ സൂചിയെ. അവൾ തല താഴ്ത്തിക്കൊണ്ട് ചമ്മൽ മാറ്റാൻ എന്നോണം പറഞ്ഞു. അത് കേട്ട കാർത്തിക് ഒന്ന് ഉറക്കെ ചിരിച്ചു. ഓ പിന്നെ പിന്നെ, എനിക്കറിയില്ലേ നിന്റെ ധൈര്യം, അവൻ ഗൗരിയുടെ ആ നിൽപ്പ് നോക്കി പറഞ്ഞു. എന്നാ ഞാൻ ഇറങ്ങുക കേട്ടോ, കൈ നല്ലോണം ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ആക്കരുതേ, പിന്നെ മരുന്ന് കഴിക്കണം കേട്ടോ. അടുത്ത ആഴ്ച തൊട്ട് കോളേജിലേക്ക് പോകാനുള്ളതാ, അത് മറക്കണ്ട. എന്നാൽ ഞാൻ പോട്ടെ. ശരി കാർത്തികേട്ടാ. അതും പറഞ്ഞ് ഗൗരി അവനൊന്ന് ചിരിച്ചു കൊടുത്തു. അവൻ റൂമിൽ നിന്നും ഇറങ്ങി ഓഫീസിലേക്ക് തിരിച്ചു. കാർത്തിക് റൂമിൽ നിന്നും പോയതും ഗൗരിയുടെ മുഖത്ത് ഒരു വിഷാദം തെളിഞ്ഞു.